വാഴ 2 ഇതൊരു മൂവി റിവ്യൂ ചാനൽ അല്ലാത്തതുകൊണ്ട് റിവ്യൂ ഇടുന്നില്ല എന്ന് കരുതിയതാണ്. പക്ഷേ ഈ മൂവി കണ്ടാൽ എങ്ങനെയാണ് ഇടാതിരിക്കുന്നത്? ഹാഷറിന്റെയും ടീമിന്റെയും റീൽസ് ഒന്നും ഞാൻ പൊതുവെ കാണാറില്ല. അവിടെയും ഇവിടെയായി കുറച്ച് കണ്ടിട്ടുമുണ്ട്, അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും കരയിപ്പിച്ചു. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. പടം തുടക്കം മുതൽ ഓരോ സീനും എടുത്തു വെച്ച് പറയണം എന്നുണ്ട്. സ്പോയിലർ ആകുന്നത് കൊണ്ട് വേണ്ട. അലൻ, ഹാഷിർ, വിനായക്, അജിൻ എല്ലാവരും തീ ഐറ്റം ആണെങ്കിലും അജിൻ എനിക്ക് പുള്ളിയെ കണ്ടപ്പോൾ കറക്റ്റ് സ്കൂൾ കാലഘട്ടത്തിൽ ഒരു പയ്യനെ പോലെ തോന്നി. പുള്ളിയുടെ കോമഡിയും വെള്ളവടി സീനൊക്കെ അന്യായ സീനായിരുന്നു. പിന്നെ നമ്മുടെ ഹാഷിറിന്റെ അനിയൻ, ചെക്കൻ്റെ പേര് കിട്ടുന്നില്ല, അവന്റെ വീഡിയോസ് കുറച്ച് കണ്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു ഉടനെ ബിഗ് സ്ക്രീനിൽ കാണുമെന്ന്. നല്ല കിട്ടിലും അഭിനയം. പിന്നെ ബിജുക്കുട്ടൻ ചേട്ടൻ ഒന്നും പറയാനില്ല. സുധീഷ് ചേട്ടനായാലും വിജയ് ചേട്ടനായാലും അജിത് ചേട്ടനും ഒക്കെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. വിജയ് ബാബു ചേട്ടനെ കാണുമ്പോൾ ഒന്ന് കൊടുക്കാൻ തോന്നും, അമ്മാതിരി അഭിനയം. പിന്നെ നമ്മുടെ അൽഫോൺസ് പുത്രൻ, പുള്ളി ഉള്ള സീനെല്ലാം തൂക്കിയിട്ടുണ്ട്. അമീൻ, ഞാൻ ഇവരുടെ വീഡിയോസ്, ഹാഷിറിന്റെ വീഡിയോസിന്റെ അത്രയും പോലും കണ്ടിട്ടില്ല. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടതിന് ശേഷമാണ് പുള്ളിയെക്കുറിച്ച് ഒന്ന് നോക്കിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ പുള്ളിയുടെ ഫാൻ ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വാഴ 2 പുള്ളിയുടെ സീനൊക്കെ ഞാൻ അത്രയ്ക്കും എൻജോയ് ചെയ്താണ് കണ്ടത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വർഷത്തെ ബെസ്റ്റ് സിനിമ ഇത് തന്നെയാവും. സിനിമയാണ് എന്നറിഞ്ഞിട്ടും നമ്മളെ കരയിപ്പിക്കാൻ സാധിച്ച സബിൻസ, ബിപിൻ ദാസ് ഇവർക്ക് ഒരു കയ്യടി ആവശ്യമാണ്. പിന്നെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ടീം ഉണ്ട്, ഒന്നും പറയുന്നില്ല, തിയേറ്ററിൽ തന്നെ കണ്ടു നോക്ക്. ഹാഷിർ, വിനായക്, അലൻ, അജിൻ, ഇനി ഈ ഇൻഡസ്ട്രിയിൽ ഇവർ ഒരു നിൽപ്പ് നിൽക്കും, 100% ഉറപ്പ്. ആദ്യം ചിരിപ്പിച്ചു, പിന്നെ കരയിപ്പിച്ചു, ക്ലൈമാക്സിൽ ഒന്ന് ത്രില്ലടിപ്പിച്ചു. ഇമാതിരി സിനിമയൊക്കെയാണ് നമുക്ക് ഇനിയും വേണ്ടത്. തിയേറ്ററിൽ തന്നെ കാണണം. കണ്ടിട്ട് കരയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണും.